കഴിഞ്ഞ വാട്ട ഈറ്റിനിടെ വീഡിയോയിൽ പാൽപ്പായസത്തിന്റെ റെസിപ്പി ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ പാലട എടുത്ത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത അടയെ ഒരു 20 മിനിറ്റോളം മൂടി വെക്കുക. ഈ മൂടി വെക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ അട നല്ല പെരുകി വരും. ആ 20 മിനിറ്റ് നമുക്ക് ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി പണികളിലോട്ട് തിരിയാം. പായസം വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ പഞ്ചസാര ഇടുക. പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യണം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അളവുകളൊക്കെ അറിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. കാരമലൈസ് ആയി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ 2 കവർ പാലാണ് എടുക്കുന്നത്. പാലിന്റെ അളവ് നിങ്ങൾ എടുക്കുന്ന അടയ്ക്ക് അനുസരിച്ചായിരിക്കണേ. പാലിലേക്ക് നമുക്ക് പാലടയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാരമലൈസ് ചെയ്ത പാലും പഞ്ചസാരയും ഒരു കട്ട പോലും ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ആവശ്യത്തിന് ഏലക്ക ഇടുക. ഈ സമയം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന പാലട റെഡി. ഈ പാലടയെ തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിലോട്ട് പാലട ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ പാലട പായസം വെക്കുന്നവർക്ക് അറിയാം, നല്ല ക്ഷമ വേണം. കുറച്ച് ടൈം കൊടുത്തുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പാലട പായസം കിട്ടും. അപ്പോൾ ഇതിനിടയിൽ പാലട പായസം ഇഷ്ടമുള്ളത് എന്തായാലും കമന്റ് ചെയ്യണേ. 20-30 മിനിറ്റോളം നന്നായി കുറുക്കി യോജിപ്പിക്കുക ഈ പാലട പായസത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സമയമെടുത്ത് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ പാലട പായസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പാലട പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് പായസത്തിലിടുക. ഞങ്ങളിവിടെ മുന്തിരിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് അണ്ടിപ്പരിപ്പിനൊന്ന് ക്രഷ് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ച് അതിലോട്ട് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്തെടുത്ത് പായസത്തിലിടുന്നുണ്ട്. അങ്ങനെ ഒരു നീണ്ട സമയത്തിന് ശേഷം പാലട പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിച്ച ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ ഇന്ന് വീട്ടിലെ പാലട പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴേ അമ്മയും വിച്ചും ഒക്കെ ഇങ്ങനെ കൊതി നോക്കി നിൽക്കുവാണേ. അപ്പം അടുക്കളയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ആദ്യം അമ്മയ്ക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക് ഈ പാലട പായസത്തിൽ നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഈ നോക്കി നിൽക്കുന്നവർക്ക് നമുക്ക് പായസം കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്ത പാലട പായസം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.